മാതൃഭൂമി ക്ലബ്ബും റേഡിയോ മാംഗോ FM ഇവന്റ്സ് പ്രോഗ്രാംസിന്റെ അവതാരകനായി പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ കലാകാരൻ. പൂമരം, വിശുദ്ധ പുസ്തകം, തെയ്യാട്ടം, ജൂനിയേഴ്സ് ജേർണി തുടങ്ങിയ സിനിമകളിലൂടെ തന്നിലെ അഭിനേതാവിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ കലാകാരൻ. കലാരംഗത്തെ സകലകല വല്ലഭൻ. അൻസു കോമിക്ക് ഈ വേദിയിലേക്ക് കൃത്യമായ സ്വാഗതം. അൻസു ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരമാണ് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചത്. രണ്ടു വാക്ക് നമ്മുടെ പ്രിയ നാട്ടുകാരോട് ഒന്ന് അൻസുവിന്റെ ഭാഗത്ത്. ഞാനൊരു ചെറിയൊരു വൺമാൻ ഷോ ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ ഒരുപാട് താരങ്ങളുടെയൊക്കെ അപരന്മാരെ കണ്ടു. ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ താരങ്ങളെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഒരു 7-8 താരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ശരീരമായിട്ടോ എൻ്റെ മുഖമായിട്ടോ ഒരു സാമ്യമില്ലാത്ത കുറച്ച് പേരെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ 70-80% ഓക്കെ ആവുകയാണെങ്കിൽ ഇവർ കൈയടിക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നല്ലൊരു കൈഡി എല്ലാവരും ചേർന്ന് തരുവാണെങ്കിൽ അത് തുടങ്ങാറുണ്ട്. തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ, പഴയകാല ഷാരൂഖ് ഖാനെ തുടങ്ങി നമ്മുടെ ഭാരതീയരെ ലോകാസമസ്ത സുഖിനോ ഭവന്തോ പഠിപ്പിച്ച സ്വാമി വിവേകാനന്ദനിലാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മളെന്തായാലും തുടങ്ങാം. ഷാരൂഖ് ഖാൻ 1965 നവംബർ 2 ഡൽഹിയിൽ ജനിച്ച് നടനായും പ്രൊഡ്യൂസറായും ടെലിവിഷൻ അവതാരകനായും നിറഞ്ഞു ദീവാന എന്ന ഹിന്ദി ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम. രാജു 1900 സത്യം പറ, നീ ആരാ? ഏതാ? ഈ പാത്രം നിനക്ക് എവിടുന്ന് കിട്ടി? ഇതാരാണ് നിനക്ക് തന്നത്? 1987 ഇറങ്ങിയ നാടോടിക്കാറ്റ് എന്ന ഒറ്റ ചിത്രത്തിലെ പവനായി എന്ന കഥാപാത്രം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. വേദിയിലെത്തുന്നു പവനായി എന്ന കഥാപാത്രവുമായി ക്യാപ്റ്റൻ രാജു. വെൽക്കം മൈ ബോയ്. ഐ ആം നോട്ട് an albedo. I am പവനായി, a real professional killer. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? Come on. അമിതാഭ് ബച്ചൻ 1942 ഒക്ടോബർ 11 ഉത്തർപ്രദേശിലെ അലഹബാദിൽ ജനിച്ച് ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി ആയി മാറിയ താരം. ഇന്ത്യൻ സിനിമാ ലോകത്ത് നിന്നും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ സ്വന്തമാക്കിയ താരം. അഭിനയം മാത്രമല്ല, ഗാനാലാപന രംഗത്തും ഒട്ടും പിന്നിലല്ല എന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്ത താരം. തന്നോടുള്ള ആരാധന കൊണ്ടും
സ്നേഹം കൊണ്ടും പ്രേക്ഷകർ നൽകിയ വിളിപ്പേരുകൾ ആംഗ്ലി, യങ്മാൻ, ഷെഹൻഷാ ഓഫ് ബോളിവുഡ്, ബിഗ് ബി എന്നിങ്ങനെയായിരുന്നു ഇന്ത്യൻ സിനിമയുടെ അഭിനയ രാജാവ്, ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചൻ. सीधा खड़ा हुआ, अब फिर झुकने का शौक नहीं, अपने ही हाथों रचा स्वयं, तुमसे मिटने का खौफ नहीं, तुम हालातों की भट्टी में जब जब भी मुझको झोंकोगे तब तब सुनना बनूंगा, तुम मुझको कब तक रोकोगे, तुम मुझको कब तक रोकोगे. ദുൽഖർ സൽമാൻ. ഷോർട്ട് മലയാളി മനസ്സുകളിലും ഇന്ത്യൻ സിനിമാ ലോകത്തും അറിയപ്പെട്ടു. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കുള്ള ആദ്യ പടിച്ചവട്ടി. അഭിനേതാവും പ്ലേബാക്ക് സിംഗറും ആയി മലയാള സിനിമയിൽ മിന്നിത്തിറങ്ങും. സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബിസിനസ് മാനേജറായി തന്റെ തൊഴിൽ രംഗത്ത് വിശ്വസ്തത പുലർത്തിയത്. താൻ അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയത്തിന്റെ കാര്യത്തിലും വരുമാനത്തിന്റെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല എന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാക്കിയത്. അങ്ങനെ നിരവധി അവാർഡുകൾ തന്റേതായ കഴിവിനാൽ സ്വന്തമാക്കി കേരളത്തിലെ കൗമാര പ്രായക്കാരുടെ സ്വന്തം ലേഖു ദുൽഖർ സൽമാൻ. രജനികാന്ത്. 1950 ഡിസംബർ 12 കർണാടകയിലെ ഒരു മറാഠി കുടുംബത്തിൽ ജനിച്ച് ബസ് കണ്ടക്ടറായി തന്റെ തൊഴിൽ നോക്കിയ ഇദ്ദേഹം 1973 MGR ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കുവാനായി ചേരുകയുണ്ടായി. സിനിമ എന്ന സ്വപ്നലോകം കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ പൂവണി നടൻ, പ്രൊഡ്യൂസർ, തിരക്കഥാകൃത്ത് എന്നീ മേഖലകൾ കൈയടക്കിയ ഇദ്ദേഹം 2000 പത്മഭൂഷൺ, 2016 പത്മവിഭൂഷൺ പുരസ്കാരങ്ങളും തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കി. കബാലി, എന്തിരൻ, ശിവാജി, ഭാഷ, ദളപതി, പടയപ്പ, ലിംഗ, ബാബ, കാല എന്നിങ്ങനെ നീണ്ട നിരയിൽ സൂപ്പർ ഹിറ്റ് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നമുക്കായി സമ്മാനിച്ച നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനികാന്ത്. தமிழ் படங்களை மரம் வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியார் கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க சும்மா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி இருந்துச்சியாடா.
കബാലിഡ. മോഹൻലാൽ 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ മോഹൻലാൽ വിശ്വാനന്ദൻ നായർ എന്ന പേരിൽ ജനിച്ച് 1978 മുതൽ മലയാള സിനിമയുടെ കരുത്തുറ്റ അഭിനയ പ്രതിഭയായി ഇന്നും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരം. നടൻ, പ്രൊഡ്യൂസർ, പ്ലേബാക്ക് സിംഗർ ഈ മേഖലകളിലെല്ലാം തന്റേതായ സാന്നിധ്യം അറിയിച്ചു. ആദ്യമായി താൻ അഭിനയിച്ച ചിത്രം തിരുനോട്ടം ആയിരുന്നെങ്കിലും ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രം താൻ വില്ലനായി അഭിനയിച്ച 1980 റിലീസായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു. 1986 പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തോടുകൂടി മലയാള സിനിമയുടെ സൂപ്പർ താരമായി മാറിയ താരം. ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാടും കണികാണും തിരുവോടിപ്പാവും. 1991 പുറത്തിറങ്ങിയ ഭരതം, 1999 പുറത്തിറങ്ങിയ വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടെ നാഷണൽ അവാർഡുകൾ സ്വന്തമാക്കാൻ തനിക്ക് സാധിച്ചു. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷാ ചിത്രങ്ങളിലും ഈ സൂപ്പർ താരത്തിന്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം, ഡോക്ടറേറ്റ്, ഫിലിംഫെയർ അവാർഡുകൾ, ലഫ്റ്റനന്റ് കേണൽ പദവി എന്നിങ്ങനെ താൻ സ്വന്തമായി. ഇദ്ദേഹം അഭിനയിച്ച സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രവുമായി ഭരത് മോഹൻ ലാൽ. ഇതെന്റെ റിസോർട്ടാണ്. ഇവിടെ വരുന്ന എന്റെ ശത്രുക്കൾ പോലും എന്റെ അതിഥികളാണ്. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയും, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. Take care. സ്വാമി വിവേകാനന്ദൻ. ജനുവരി 12 ഒരു ബംഗാളി കുടുംബത്തിൽ നരേന്ദ്രനാഥ് ദത്ത എന്ന പേരിൽ ജനിച്ച് വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവ്, ഇന്ത്യയിൽ എമ്പാടും സ്വാധീനം അറിയിച്ച ആത്മീയ ഗുരു, രാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യന്, രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകൻ, ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുത്ത ഏക വ്യക്തി സ്വാമി വിവേകാനന്ദൻ. ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ തത്വദർശന സംഹിതകളും ആർഷഭാരത സന്ദേശവും പ്രചരിപ്പിക്കാൻ തീർത്ഥാടനം നടത്തുന്ന ഒരു സന്യാസി.
രോഗികൾക്കും ശരണാർത്ഥികൾക്കും അഭയം നൽകിയവരാണ് എന്റെ ഭാരത ജനത എന്നതിൽ ഞാൻ അഭിമാനിക്കും. ഏത് രൂപത്തിൽ ദൈവത്തെ ആരാധിച്ചാലും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന മഹാപൊരുൾ ഉൾക്കൊള്ളുന്നു. ലോകത്തെ ആദ്യത്തെ സമത്വ ദർശന മുദ്രാവാക്യം ഭാരതത്തിൽ നിന്ന് പിറവികൊണ്ട മഹാമന്ത്രമായത്. ലോക സമസ്ത സുഖിനോ ഭവന്തു.